മസ്തിഷ്കത്തിൽ ആന്തരിക രക്തസ്രാവമുണ്ടായി ജീവന് വേണ്ടി മല്ലിടുകയാണ് തൃശൂരിലെ പ്രവാസി ജി സുരേഷ് കുമാർ. ഖത്തറിൽ ജോലിക്കിടയിലുണ്ടായ അപകടത്തെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ സുരേഷ് കുമാർ 1.5 കൊല്ലത്തോളമായി ചികിത്സയിലാണ്. അപകടം നടന്ന് 1 കൊല്ലം പിന്നിട്ട് കഴിഞ്ഞെങ്കിലും ജോലി ചെയ്ത കമ്പനി തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നാരോപിക്കുന്നു കുടുംബം. കഴിഞ്ഞ 2.5 പതിറ്റാണ്ടായി ജി സുരേഷ് കുമാർ പ്രവാസിയാണ്. 15 വർഷത്തെ ആർമി ജീവിതത്തിന് ശേഷമാണ് വിദേശത്ത് ജോലിക്കായി പോയത്. ദുബായിലും അബുദാബിയിലും ഷാർജയിലുമൊക്കെയായി നിരവധി കമ്പനികളിൽ ജോലി ചെയ്തു. ഏതാനും വർഷങ്ങളായി നോർത്തേൺ ഓയിൽ കോർപ്പറേഷനിലെ സ്പി ഓയിൽ ആൻഡ് കമ്പനിയിലെ ജീവനക്കാരനാണ്. 2023 ഒക്ടോബർ 11 രാത്രി 11:30 ജോലിക്കിടയിലുണ്ടായ അപകടം. ഗുരുതര പരിക്കേറ്റ സുരേഷ് അന്നു മുതൽ ഈ കിടപ്പിലാണ്. ഓഫ് ഷോറിലാണ് ജോലി ചെയ്യുന്നത്. കഴിഞ്ഞ 2023 ഒക്ടോബർ 11 രാത്രി എൻ്റെ ചേട്ടൻ അവിടെ വെച്ചിട്ട് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു. സ്പി ആൻഡ് ഓയിൽ ഗ്യാസ് എന്ന് പറഞ്ഞ ഓഫ് ഷോർ കമ്പനിയാണ്. അവിടുത്തെ HR വിനോദാണ് ഞങ്ങളെ വിളിച്ച് വിവരം അറിയിക്കുന്നത്, സുരേഷ് ബാബു ഹൈറ്റിൽ നിന്ന് വീണുവെന്ന്. മൾട്ടിപ്പിൾ ഇഞ്ചുറിയാണ്. അതുകൊണ്ട് ആൾക്ക് ഒരു പ്രതികരണമില്ലായിരുന്നു. സ്പി കമ്പനിക്കെതിരെ ഗുരുതര ആരോപണമാണ് ഭാര്യ ഷീജ ഉയർത്തുന്നത്. അപകട കാരണം വ്യക്തമാക്കാൻ ഇതുവരെ കമ്പനി തയ്യാറായിട്ടില്ല. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒഴിഞ്ഞുമാറുന്ന സമീപനം. നഷ്ടപരിഹാരം ഉറപ്പാക്കാനോ ചികിത്സാ ചെലവുകൾ ഏറ്റെടുക്കാനോ കമ്പനി ഇടപെട്ടില്ല. 11:30 അപകടം നടന്നിട്ടും പ്രാഥമിക ശുശ്രൂഷകൾ നൽകിയില്ല. അങ്ങനെ നീളുന്നു ആരോപണങ്ങൾ. മെയിനായിട്ട് എൻ്റെ ചേട്ടന് ലങ്സിൻ്റെ ഇടത് വശം ഡാമേജ് ആയിരിക്കുകയാണ്. അതിനൊരു മെയിൻ സർജറി അമൃത ഹോസ്പിറ്റലിൽ പറഞ്ഞിട്ടുണ്ട്. അത് വേണം. ഞങ്ങളുടെ കേസ് ഖത്തറിലെ ലേബർ കോർട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊന്ന് സ്പീഡപ്പായിട്ട് ഖത്തർ ഗവൺമെൻറ് ഞങ്ങളോട് ഒരു കനിവ് കാണിക്കണം എന്നാണ് എനിക്ക് പറയുന്നത്. അവിടുത്തെ എല്ലാ ജനങ്ങളും എൻ്റെ ഇത് കണ്ടിട്ട് ഞങ്ങളോട് കനിവ് കാണിക്കണം. അപകടത്തിന് പിന്നാലെ ഖത്തറിലെ ആശുപത്രിയിലായിരുന്നു 6 മാസം ചികിത്സ. പിന്നീട് എറണാകുളം അമൃത ആശുപത്രിയിലേക്ക് മാറ്റി. ചികിത്സ പുരോഗമിക്കുന്ന സമയത്തും കമ്പനി അധികൃതർ ഇടപെട്ടില്ലെന്നും ഷീജ. കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഒരു ഹെൽപ്പ് മീൻസ് ആ സമയത്ത് എൻ്റെ ചേട്ടന് കിട്ടിയില്ല. ഹെലികോപ്റ്റർ വന്നതിന് ശേഷമാണ് ചേട്ടൻ NDBT ചെയ്തത്. 2.5 മണിക്കൂറിന് ശേഷമാണ് ഇവിടെ ഹമദ് ഹോസ്പിറ്റലിൽ എത്തുന്നത്. അപ്പോഴത്തേക്ക് ആളുടെ അവസ്ഥ മുഴുവൻ മോശമായിട്ടുണ്ടായിരുന്നു. MBBS MD വിദ്യാർത്ഥിയായ മകന്റെ പഠന ചെലവിന് വേണം ഭീമമായ തുക. സുരേഷിന്റെ ഭാഗികമായ തിരിച്ചുവരവിന് അടിയന്തര ശസ്ത്രക്രിയയാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ശ്വാസകോശത്തിലെ ന്യൂമോണിയ ഉടൻ നീക്കം ചെയ്യണം. ചികിത്സാ ചെലവുകൾക്ക് മറ്റുമായുള്ള തുക നഷ്ടപരിഹാരമായി ലഭിക്കണം. എത്രയും വേഗം കേസ് തീർപ്പാക്കാൻ ഖത്തർ സർക്കാരും ഇന്ത്യൻ എംബസിയും ശ്രമിക്കണം. ഇത് മാത്രമാണ് ഷീജയുടെ ആവശ്യം. നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തീകരിക്കാൻ 24 ഖത്തർ ബ്യൂറോയും ഷീജയ്ക്കൊപ്പമുണ്ട്. 24 കൊച്ചി.